ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം, അന്നത്തെ ഒരു മുഹൂർത്തം, അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കാൻ കോസ്റ്റ്യൂമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇന്നും അതിന്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്ന് ഓർക്കുക? പിന്നെ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇപ്പൊ ഓർക്കാനുള്ളതല്ല, ഞാൻ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ, നമ്മളൊരു കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സിങ്ങുകളിലാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. സാധാരണ പല സിനിമകളിൽ അങ്ങനെ സംഭവിക്കാറില്ല, എന്തെങ്കിലും ഡ്രസ്സുകൾ ഇടാറുണ്ട്. ഇതിനു മുമ്പ് ഒരു കളർ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി. അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമുണ്ട്. അതിന് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഒരു താങ്ക്സ് പറയുന്നു. കാര്യം ഇത് രണ്ടാമത് 24 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് ധാരണയില്ലല്ലോ. അപ്പം കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കുന്നു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനി ലാലേട്ടൻ ഇത്ര മനസ്സിൽ ഇപ്പൊ ദേവദൂതൻ സ്ഫടികം നേരത്തെ വന്നു, ഇപ്പൊ ദേവദൂതം വരുന്നു. ഇനി ലാലേട്ടന്റെ മനസ്സിൽ നേരത്തെ റിലീസ് ചെയ്ത സിനിമയിൽ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളത്? അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമില്ലോ, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ. അങ്ങനെ ഒരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ലാലേട്ടൻ ഈ സിനിമയിൽ ഏറ്റവും ഐക്കോണിക് ഡയലോഗാണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് തുടങ്ങുന്ന വരി. അപ്പൊ അത് പറയുമ്പോൾ ലാലേട്ടന്റെ കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ട്, ഒരു ജീവസാക്ഷാത്കാരം ലഭിച്ച ഒരു സംഗീതജ്ഞന്റെ പൂർണ്ണതയുണ്ട്. ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർജിയാണ്. പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണെന്നാണ്. ലാലേട്ടൻ ആ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരാണ്? അങ്ങനെ ഇപ്പം ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആ ഒരു നിമിഷമല്ലേ അതിപ്പോ തീർച്ചയായിട്ടും ഓൾമൈറ്റി തന്നെ ആയിരിക്കും, ദൈവത്തിന്റെ മുകളിലുള്ള ഒരാളാണ്. അതാരാണെന്ന് അറിയില്ല. ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു. ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയെടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു. അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു. ഈ പുതിയ ജനറേഷനോട് ദേവദൂതനെ പറ്റിയിട്ട് ഒരു ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക? അങ്ങനെയല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പുറകിലുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാവുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക, പല സിനിമകളിലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ വീണ്ടും കാണുക, നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് നിങ്ങളൊരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ ആ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.